ദയാവധത്തിന് തയ്യാറെന്ന് ബോർഡ് വെച്ച ഇടുക്കിയിലെ വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി യൂത്ത് കോൺഗ്രസും BJPയും മുടങ്ങിയ പെൻഷൻ കിട്ടുന്നതുവരെ യൂത്ത് കോൺഗ്രസ് 1600 രൂപ മാസം നൽകും. അരിയും പച്ചക്കറിയും BJP എത്തിച്ചു നൽകും. നേരത്തെ ബോർഡ് മാറ്റണമെന്ന് CPIM പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടതായി ദമ്പതികൾ പറഞ്ഞു. എന്നാൽ പെൻഷൻ തുക ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് ദമ്പതികൾ വ്യക്തമാക്കി. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, നേരത്തെ മറിയക്കുട്ടിയുടെയൊക്കെ സമരം കേരളമാകെ ചർച്ചയായതാണ്. ഭരണപക്ഷവും CPIM ഒക്കെ ആകെ പ്രതിക്കൂട്ടിലായി സമരവുമായിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഇവിടെയും ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ CPIM ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വൃദ്ധ ദമ്പതികൾ അതിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നു. കൃത്യമായി അത് കോൺഗ്രസും BJPയും അവരെ ഏറ്റെടുത്തുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള പിന്തുണ നൽകുകയാണോ? ഗോകുൽ, തീർച്ചയായിട്ടും എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIMന്റെ പ്രാദേശിക നേതാക്കൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ആ വൃദ്ധ ദമ്പതികൾ അറിയിക്കുന്നത്. പക്ഷേ പ്രതിഷേധ സമരം പെൻഷൻ കിട്ടുന്നതുവരെ തുടരും എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കടന്നത് ഇന്നലെ രാവിലെ മുതലാണ്. അതായത് 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ നിത്യച്ചെലവുകൾ പോലും നടക്കുന്നില്ല. വലിയ പ്രതിസന്ധിയിലേക്ക് ഇവരുടെ ജീവിതം പോയി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇതിനെ ഒരു രാഷ്ട്രീയമായി തന്നെ യൂത്ത് കോൺഗ്രസും BJPയും കോൺഗ്രസും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ ഇത് വാർത്തയായതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കൾ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് കൊടുത്ത ഒരു പെട്ടിക്കടയിലാണ് ഈ വൃദ്ധ ദമ്പതികളുടെ താമസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കടയിൽ കച്ചവടത്തിനായി സാധനങ്ങളൊന്നുമില്ല. ആ സാധനങ്ങൾ മേടിക്കാൻ പോലും പണമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്നാണ് ഈ കടയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ സംഭവം വാർത്തയായതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് എത്തി ഇവർക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നതുവരെ 1600 രൂപ മാസം കൊടുക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല BJPയുടെ ആളുകൾ നേതൃത്വം എത്തി ഭക്ഷ്യക്കിറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ CPIMന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ നടക്കുന്നുണ്ട്. അതായത് ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി. കാരണം മറിയക്കുട്ടിയുടെയും അന്നയുടെയും പ്രതിഷേധ സമരം അത് കേരളം തന്നെ ചർച്ച ചെയ്താണ്. വലിയ തരത്തിലുള്ളൊരു നാണക്കേട് CPIMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്താണ്. അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്തായാലും CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ആ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.